ഹലോ അസ്സലാമലൈക്കും. നമ്മൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും വെൽക്കം. അപ്പോൾ നമ്മൾ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് നമ്മൾ കുക്കറിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന വളരെ സിമ്പിളായിട്ടുള്ളൊരു ചെമ്മീൻ മജ്ബൂസാണ്. ഇങ്ങോട്ട് ഒരാൾ റിക്വസ്റ്റ് ചെയ്തിരുന്നേ, എൻ്റെ കയ്യിലാകെ ഒരു കുക്കർ മാത്രമേ ഉള്ളൂ, അപ്പോൾ അതിലുണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന എന്തെങ്കിലും ഒരു റെസിപ്പി പറഞ്ഞു തരുമോ ചോദിച്ചിട്ട്. എന്നാൽ പിന്നെ ഒരു കൈക്കോട്ടെ ഇന്നത്തെ നമ്മളെ വീഡിയോ. ഇതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം കുറച്ച് ചെമ്മീൻ എടുക്കണം. ഞാനിവിടെ 500 ഗ്രാം ചെമ്മീനാണ് എടുത്തിട്ടുള്ളത്. അത് ആദ്യം മാരിനേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് 1 ടീസ്പൂൺ ഉപ്പും 1/4 ടീസ്പൂൺ മഞ്ഞളും 1.5 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ ഒരു മാഗി ക്യൂബിൻ്റെ പകുതിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. മാഗി ക്യൂബ് ശരിക്കും ഓപ്ഷണൽ ആണ്, പക്ഷെ ഒന്നുകൂടി ടേസ്റ്റ് കൂട്ടണമെങ്കിൽ നിങ്ങൾക്ക് ആഡ് ചെയ്യാം. ഇനിയിപ്പോൾ ഇത് നല്ല നമുക്ക് മിക്സ് ചെയ്തെടുക്കാനുണ്ട്. ഇനിയിപ്പോൾ മിക്സ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇത് ഡ്രൈ ആയിട്ട് തോന്നുകയാണെങ്കിൽ 1-2 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഒന്നും കൂടി മിക്സ് ചെയ്തെടുത്താൽ മതി. ഇനി ഒരു അരമണിക്കൂർ അത് റെസ്റ്റ് ചെയ്യാൻ വെച്ചോ. ആ ടൈമിൽ നമുക്ക് അരി അളന്നെടുക്കാം. ഞാനിവിടെ 2 കപ്പ് ജീരകശാല അരിയാണ് യൂസ് ചെയ്യുന്നത്. ഈ 2 കപ്പ് റൈസ് ഒരു 3 പേർക്ക് കഴിക്കാനുള്ള റൈസായിട്ട് കിട്ടും. അത് കഴുകി ഊറ്റാൻ വെക്കാം നമുക്ക്. ആ ടൈം കൊണ്ട് തന്നെ റൈസ് ഉണ്ടാക്കാൻ ആവശ്യമായ വെജിറ്റബിൾസ് കട്ട് ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 2 ഉള്ളിയും 2 തക്കാളിയും, അതിൻ്റെ കൂടെ 5-6 വെളുത്തുള്ളിയും, ചെറിയ പീസ് ഇഞ്ചിയും, പച്ചമുളകും ഞാൻ എടുത്തത് ഒരു 5-6 പീസ് തന്നെയാണ്. പിന്നെ കുറച്ച് മല്ലിച്ചപ്പും കൂടി ആവശ്യമുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് ഉള്ളി നല്ല സ്ലൈസ് ആയിട്ട് കട്ട് ചെയ്തെടുക്കാം. പിന്നെ ഒരു കാര്യം, അഥവാ ഇങ്ങൾക്ക് അംഗങ്ങൾ കൂടാണെന്നുണ്ടെങ്കിൽ റൈസിൻ്റെ അളവും അതേപോലെ തന്നെ വെജിറ്റബിൾസിൻ്റെ അളവും ഒന്ന് കൂട്ടിയെടുത്താൽ മതി. അപ്പോൾ ഞാനിവിടെ ഉള്ളിയൊക്കെ സ്ലൈസായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഉള്ളി നല്ല സ്ലൈസായിട്ട് കട്ട് ചെയ്യാൻ ശ്രദ്ധിക്കണേ, കാരണം നമ്മൾ റൈസിൽ ഉള്ളി കാണരുത്, ഉള്ളി കാണാത്ത രീതിയിൽ വേണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ സ്ലൈസായി കട്ട് ചെയ്താൽ മാത്രമേ ഉള്ളി നല്ലോണം വാടി കിട്ടുള്ളൂ. സോ ഇനി നമുക്ക് തക്കാളി കട്ട് ചെയ്തെടുക്കാം. തക്കാളി സ്ലൈസായിട്ട് കട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, അത്യാവശ്യം മീഡിയം സൈസിൽ തന്നെ കട്ട് ചെയ്തെടുത്താൽ മതി, കാരണം തക്കാളിയൊക്കെ പെട്ടെന്ന് തന്നെ വാടി കിട്ടും. അപ്പം നമ്മൾ തക്കാളി ഇവിടെ കട്ട് ചെയ്തെടുത്തു. ഇനി നമുക്ക് വേണ്ടത് കുറച്ച് മല്ലിച്ചപ്പാണ്. മല്ലിച്ചപ്പ് എന്ന് പറയുന്നത് നമ്മളെ മജ്ബൂസിൻ്റെ പ്രധാന ഘടകമാണ്. കാരണം ഈ മല്ലിച്ചപ്പ് ഇല്ലെങ്കിൽ നമ്മളെ മജ്ബൂസിൻ്റെ ഈ ഒരു ഫ്ലേവർ കിട്ടാൻ ചാൻസ് ഇല്ല. ഇനി കട്ട് ചെയ്ത വെജിറ്റബിൾസ് എല്ലാം ഒരു സൈഡിലേക്ക് മാറ്റി വെച്ചോ. ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടി മിക്സിയിലിട്ട് നല്ലോണം ക്രഷ് ചെയ്തെടുക്കണം, ഏകദേശം ഇതേപോലെ. അപ്പോൾ ഓൾമോസ്റ്റ് നമ്മളെല്ലാം സെറ്റ് ചെയ്ത് വെച്ചു. ഇനി നമുക്ക് നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ച നമ്മൾ ചെമ്മീനില്ലേ, അത് നല്ലോണം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാനാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 1/4 കപ്പ് സൺഫ്ലവർ ഓയിൽ ഒരു പാനിലേക്ക് ഒഴിച്ചെടുത്തിട്ടുണ്ട്. ഓയിൽ ചൂടായി കഴിഞ്ഞാൽ നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചാൽ നമ്മൾ ചെമ്മീനില്ലേ, അത് മുഴുവനായിട്ട് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ വേറൊരു കാര്യമുണ്ട്, ഞാനിവിടെ 1/4 കപ്പ് ഓയിൽ തന്നെ യൂസ് ചെയ്യാനുള്ളൊരു റീസൺ എന്ന് പറയുന്നത്, നമ്മൾ ഈ ഓയിൽ തന്നെയാണ് റൈസിലേക്ക് എടുക്കുന്നത്. അങ്ങനെ ചെയ്യുമ്പോൾ നമ്മളെ ചെമ്മീൻ്റെ ഫ്ലേവർ ഒന്നുകൂടി നമുക്ക് കിട്ടും. പിന്നെ ഉണ്ടല്ലോ, എനിക്കിവിടെ ചെമ്മീൻ്റെ തല കിട്ടിയിട്ടില്ല. തല ഉണ്ടെങ്കിൽ ചെമ്മീൻ്റെ ആ ഒരു ഫ്ലേവർ അത് അങ്ങനെ തന്നെ ഉണ്ടാവും. ഞാൻ ഷോപ്പിൽ നിന്ന് ക്ലീൻ ചെയ്തത് വാങ്ങിയത് കൊണ്ട് തന്നെ തല കിട്ടിയിട്ടില്ല. അതില്ലാന്ന് വെച്ച് വലിയ കുഴപ്പമൊന്നുമില്ല, എന്നാലും ചെമ്മീൻ്റെ ആ ഒരു ഫ്ലേവർ ലേശം കുറഞ്ഞു പോകുമെന്നാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ ചെമ്മീനൊക്കെ ഫ്രൈ ആയി കഴിഞ്ഞാൽ അതൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് സൈഡിൽ മാറ്റി വെച്ചോ. ഇനി നമുക്ക് റൈസ് ഉണ്ടാക്കുന്ന പരിപാടി നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കുക്കർ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ കുക്കറിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്തെടുത്ത ചെമ്മീൻ്റെ ഓയിലില്ലേ, അത് നമുക്ക് മുഴുവനായിട്ട് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനിയിപ്പോൾ അതിലേക്ക് വേറെ ഓയിലൊന്നും ഞാൻ യൂസ് ചെയ്യുന്നില്ല, ആ ഒരു ഓയിൽ തന്നെ ഞാൻ യൂസ് ചെയ്യുന്നുള്ളൂ. ഇനി അതിലേക്ക് കുറച്ച് കറിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ഒരു ബേ ലീഫും പിന്നെ ഉണക്ക നാരങ്ങയും, ശേഷം ഓരോ ടീസ്പൂൺ വീതം മല്ലിയും ചെറിയ ജീരകവും വലിയ ജീരകവും അതൊന്ന് സോട്ട് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ മുറിച്ച് വെച്ച നമ്മൾ ഉള്ളിയില്ലേ, അത് മുഴുവനായിട്ടൊന്ന് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അത് നല്ലോണം ഒന്ന് സോട്ട് ചെയ്തെടുക്കുക. ഉള്ളി ഒന്ന് സോട്ടായി വന്നാൽ നമ്മൾ നേരത്തെ അരച്ച് വെച്ച നമ്മളെ പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി ഇല്ലേ, അതും കൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നല്ലോണം സോട്ട് ചെയ്തെടുക്കുക. ഇനി കൈ ഇളക്കാതെ അതൊന്ന് നല്ലോണം സോട്ട് ചെയ്തെടുക്കുക. പിന്നെ ഈ സോട്ട് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കണം, അടി പോവാതെ നോക്കണം, കാരണം കുക്കറിൽ നമ്മളിത് വെക്കുന്നത് കൊണ്ട് തന്നെ ഉള്ളി സോട്ട് ചെയ്യുമ്പോൾ അടി പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കുക്കറിലെ റൈസ് മുഴുവനും അടി പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഇനി ആ ഉള്ളി മുഴുവൻ ഒന്ന് ബ്രൗൺ കളർ ആയതിനു ശേഷം നമ്മൾ അരിഞ്ഞു വെച്ച തക്കാളിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ടും നല്ലോണം സോട്ട് ചെയ്തെടുക്കുക. പിന്നെ മജ്ബൂസ് ഉണ്ടാക്കിയിട്ട് ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഈ ഉള്ളിയും തക്കാളിയും ഒന്നും മര്യാദയ്ക്കൊന്നും സോട്ടായി വന്നില്ലെങ്കിൽ പണി കിട്ടുകയെന്ന് വെച്ചാൽ ഒന്ന് അടി പോവുകയും ചെയ്യും, രണ്ടാമത്തേത് റൈസിൽ ഇങ്ങനെ കാണുകയും ചെയ്യും. മെയിനായിട്ട് ഇത് കുക്കറിൽ വെക്കുന്നതുകൊണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് 2 മാഗി ക്യൂബ്സ് ആഡ് ചെയ്ത് കൊടുക്കണം. അതും കൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് സോട്ട് ചെയ്തെടുക്കണം. ഇനി നമുക്ക് ഇതിലേക്കുള്ള പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം.
സോ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1 ടീസ്പൂൺ ഉപ്പും 1 ടീസ്പൂൺ പെപ്പറും കൂടെ 1/4 ടീസ്പൂൺ മഞ്ഞളും 1/2 ടീസ്പൂൺ മുളക് പൊടിയും കൂടെ തന്നെ 1/2 ടീസ്പൂൺ മജ്ബൂസ് പൊടിയും ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഓവറായിട്ട് പൊടികളൊന്നും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം നമ്മൾ 2 മാഗി ക്യൂബ്സ് ഇട്ടിട്ടുണ്ടല്ലോ. പിന്നെ പൊടികൾ ആഡ് ചെയ്യുന്ന സമയത്ത് എന്നോട് മല്ലിപ്പൊടി ആഡ് ചെയ്യാൻ വിട്ടുപോയി. 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് സോട്ട് ചെയ്തെടുക്കുക. അപ്പം നമ്മൾ ആഡ് ചെയ്ത മസാലകളുടെ എല്ലാം ഒരു പച്ചമണം മാറിക്കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇതിലേക്ക് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ 3 കപ്പ് വെള്ളമാണ് യൂസ് ചെയ്യുന്നത്. 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളം എന്ന രീതിയിൽ. സോ ഞാൻ 2 കപ്പ് റൈസ് എടുത്തതുകൊണ്ട് തന്നെ ഞാനിവിടെ 3 കപ്പ് വെള്ളമാണ് യൂസ് ചെയ്തത്. ഇനി നമുക്ക് അതിലേക്ക് നമ്മൾ മുറിച്ച് വെച്ച മല്ലിച്ചപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ശേഷം നമ്മളെ വെള്ളം തിളച്ച് കഴിഞ്ഞാൽ നമ്മൾ അരി മുഴുവനായിട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതൊന്ന് ഇളക്കി കൊടുക്കുക. പിന്നെ കുക്കറിൻ്റെ മൂടി ഇടുന്നതിന് മുന്നേ നമുക്ക് കുറച്ച് ലെമൺ ജ്യൂസ് ആഡ് ചെയ്ത് കൊടുക്കണം. അതെന്തിനാന്ന് വെച്ചാൽ നമ്മളെ ചോറ് കട്ടപ്പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. അതും കൂടെ കഴിഞ്ഞാൽ നമ്മൾ കുക്കറിൻ്റെ മൂടി ഇട്ട് കൊടുക്കാം. ഇനി ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒരൊറ്റ വിസിൽ. അപ്പോൾ ഒരു വിസിൽ വന്നതിന് ശേഷം നമ്മൾ ഒരു അരമണിക്കൂറിന് ശേഷം കുക്കറിൻ്റെ മൂടി ഓപ്പൺ ആക്കാൻ പാടുള്ളൂ. അപ്പം നമ്മൾ റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കുണ്ടല്ലോ ഇത് നല്ലോണം ഒന്ന് കുഴച്ചെടുക്കാനുണ്ട്. കുഴച്ചെടുക്കുന്നേരം ഒന്ന് ശ്രദ്ധിക്കണം. അപ്പാടെ അങ്ങ് കുഴച്ചെടുക്കണ്ട, മെല്ലെ മെല്ലെ കുഴച്ചെടുത്താൽ മതി, കാരണം റൈസ് പൊട്ടിപ്പോവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് മാത്രമായാൽ നമ്മളെ ചെമ്മീൻ മജ്ബൂസ് കംപ്ലീറ്റ് ആവില്ല. അതിന് വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ പൊരിച്ച് മാറ്റി വെച്ച ചെമ്മീനില്ലേ, അത് മുഴുവനായിട്ട് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പം നമ്മൾ ചെമ്മീനും കൂടി ആഡ് ചെയ്ത് കൊടുത്ത് കഴിഞ്ഞാൽ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഈ മിക്സിങ്ങും കൂടിയും കഴിഞ്ഞാൽ നമ്മളെ മജ്ബൂസ് ഇവിടെ കംപ്ലീറ്റ് ആയി. ഇനി ഇത് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ മല്ലിച്ചപ്പില്ലേ, അതൊന്നും കൂടി അതിൻ്റെ മേലെ കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പം നമ്മളെ കുക്കറിൽ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ചെമ്മീൻ മജ്ബൂസ് ഇവിടെ റെഡിയായി. ഇനി ഒരു പ്ലേറ്റ് എടുക്കുക, വിളമ്പ് അങ്ങോട്ട് തിന്നുക. അതിൻ്റെ കൂടെ ഒരു അച്ചാറും സർലാസും ഇല്ലാണ്ട് മജ്ബൂസ് കംപ്ലീറ്റ് ആവില്ല മക്കളെ. അപ്പം നമ്മൾ സർലാസ് ഉണ്ടാക്കാൻ അറിയാത്തവർക്ക് വേണ്ടിയിട്ട് കുറച്ച് ഉള്ളി സ്ലൈസായിട്ട് കട്ട് ചെയ്യുക. അതിൻ്റെ കൂടെ കുറച്ച് ഉപ്പും കുറച്ച് സിർക്കയും കുറച്ച് പച്ചമുളകും കൂടി ഇട്ടിട്ട് കൈ കൊണ്ട് നല്ലോണം ഞമ്മണ്ടി എടുക്കുക. അപ്പോൾ സർലാസ് റെഡിയായി. ഇനി ഇതൊക്കെ കൂടി ഒരൊറ്റ പിടി. അപ്പോൾ പിന്നെ മസലാമ. ബൈ ബൈ ഫ്രം കൊയാസ് റെസിപ്പി.